ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹെലൻ ഡൺമോർ എഴുതിയ ഐസ് കമ്മിങ് ആഫ്റ്റർ ഡോറിസ് ലെസ്സിംഗ് എന്ന കവിതയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റഡ് വീഡിയോസിനെ പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1952 ജനിച്ച് 2017 മരിച്ച ഹെലൻ ഡൺമോർ 12 നോവലുകൾ, 3 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്, 11 പോയട്രി കളക്ഷൻസ് കൂടാതെ കുട്ടികൾക്കും യങ് അഡൽട്സിനും വേണ്ടി ഒട്ടനവധി പുസ്തകങ്ങൾ എന്നിവ എഴുതിയ ബ്രിട്ടീഷ് ഓഥർ ആണ്. അവനവനെ പറ്റി ഒരിക്കലും എഴുതിയിട്ടില്ലാത്ത ഹെലൻ തന്റെ വർക്ക്സിന് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്തത്. ആഫ്റ്റർ എഫക്ട്സ് ഓഫ് വേൾഡ് വാർ II, ഫിലോസഫി ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്, ഫാന്റസി, ഇതിനെയെല്ലാം പറ്റി ഹെലൻ എഴുതിയിട്ടുണ്ട്. ഐസ് കമ്മിങ് ആഫ്റ്റർ ഡോറിസ് ലെസ്സിംഗ് എന്ന കവിത 2007 പബ്ലിഷ് ചെയ്ത എർത്ത് ഷാറ്ററിംഗ് എന്ന പോയട്രി കളക്ഷനിൽ നിന്ന് എടുത്തതാണ്. ഈ ടൈറ്റിലിലെ ആഫ്റ്റർ ഡോറിസ് ലെസ്സിംഗ് എന്നത് പ്രോബബ്ലി റെഫർ ചെയ്യുന്നത് ഡോറിസ് ലെസ്സിങ്ങിന്റെ 1999 നോവൽ മാര ആൻഡ് ഡാൻ ആൻ അഡ്വെഞ്ചർ ആകാം. ആ നോവലിൽ ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഐസേജും സദേൺ ഹെമിസ്ഫിയറിൽ ഡ്രൗട്ടും ഉണ്ടാകുന്നു. ഐസ് കമ്മിങ് എന്ന കവിതയിൽ പറയുന്നത് പതുക്കെ ഭൂമിയെ കീഴടക്കുന്ന ഐസേജ് ആണ്. ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നിവ കൊണ്ടുണ്ടാകുന്ന ഒരു ഐസേജ്. ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വാർണിംഗ് ആയി നമുക്ക് ഈ പോയത്തിനെ കാണാം. സമ്മർ ടൈമിലെ പോളിനേഷന് ശേഷം റിട്രീറ്റ് ചെയ്യുന്ന ബീസ് കഴിഞ്ഞാൽ ഓട്ടം, സ്പ്രിംഗ് എന്നീ സീസൺസിന്റെ സൗന്ദര്യത്തിന് വഴി കൊടുക്കാതെ പതുക്കെ ഇരച്ചു കയറുന്ന കോൾഡാണ് നമ്മൾ കാണുന്നത്. ഒരു ഐസേജ് പണ്ട് വന്നുപോയതാണ്. എന്നാൽ അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ഇനിയൊരു ഐസേജ് വന്നാൽ മനുഷ്യരത് സർവൈവ് ചെയ്യില്ല. According to the poet, for now and the foreseeable future, the conditions are wrong. ഇവിടെ ഉദ്ദേശിക്കുന്നത് for survival. ഈ കവിതയ്ക്ക് 5 സ്റ്റാൻസ ആണുള്ളത്. ഇമേജറീസ്, അവയുടെ ഡീറ്റെയിലിംഗ്, ചേഞ്ചിങ് ടോൺ എന്നിവ കൊണ്ട് ഐസേജ് ഉണ്ടാക്കുന്ന ഡിസ്ട്രക്ഷൻ സംബന്ധിക്കുന്ന ഇമോഷണൽ ഇമ്പാക്ട് ഡെപ്ത് ഉള്ളതാക്കുന്നു. ചില ഇമേജറീസിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐസേജ് വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്ലോലി എന്ന് എടുത്തു പറയുന്നു. സമ്മറിന്റെ വാംത്തിൽ നിന്നും ഐസേജിന്റെ കോൾഡ് ഡെത്തിലേക്കുള്ള ട്രാൻസിഷൻ ആണ് അത്. രണ്ടാമത്തെ സ്റ്റാൻസയിലെ ഡിസപ്പിയറിംഗ് ഓഫ് ബീസ് റെഫർ ചെയ്യുന്നത് പ്രോബബ്ലി കോളനി കൊളാപ്സ് ഡിസോർഡർ എന്ന ഇവന്റ് ആകാം. 2006 ആദ്യം റിപ്പോർട്ട് ചെയ്ത അൺഎക്സ്പ്ലെയിൻഡ് ഡിസപ്പിയറൻസ് ഓഫ് വർക്കർ ബീസ്. അവലാഞ്ച് നിശബ്ദമാക്കിയ മഞ്ഞു മൂടിയ വാലീസ് കോൾഡ് ഡെത്തിന്റെ മറ്റൊരു ചിത്രമാണ്. മരവിച്ചു പോയത് കൊണ്ടാകാം സീ ഓഫ് ഗ്രീസ് ഒരു സ്റ്റോണിനെ പോലെ ഒപ്രസീവായ ഐസിനെ സ്റ്റെയർ ചെയ്യുന്നത്. ഐവി, മഹോണിയ, വൈബേർണം എന്നീ ഫ്ലവേഴ്സ് ഫോസിലൈസ്ഡ് ആയിട്ടും ഒരിക്കലും വരാത്ത ബീസിന് വേണ്ടി തല ഉയർത്തുന്നത് റിയലിസ്റ്റിക് അല്ല, പക്ഷെ പൊയറ്റിക് ആണ്. സർവൈവലിനായുള്ള സ്ട്രഗിളിന്റെ പെയിൻഫുൾ ഡെപ്ത് വരച്ചു കാണിക്കുന്ന ഇമേജറി. ഐസേജിന്റെ ഇന്റൻസിറ്റി സ്ട്രെസ് ചെയ്യാനായി ഒട്ടേറെ സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ് ഈ കവിതയിൽ ഉണ്ട്. ചില എക്സാമ്പിൾസ് നോക്കാം. ലോറിയുടെ പിറകിൽ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന കോളിനെ പോലെ എന്ന് പറഞ്ഞത് പോളൻ ക്യാരി ചെയ്യുന്ന ബീസിനെയാണ്. സമ്മറിന്റെ എൻഡ് സെലിബ്രേറ്റ് ചെയ്യാനായി ഓഗസ്റ്റിൽ ഐസ്ക്രീംസ് എൻജോയ് ചെയ്യുന്നത് പലയിടങ്ങളിലും പോപ്പുലറാണ്. അതാണ് ഓഗസ്റ്റിലെ ഐസ്ക്രീം ക്ലാമർ. ഐസ് ഓൺ വാട്ടർ ബോഡി അഥവാ ഗ്ലേഷ്യറിനെ ഗോർഗോണായും ബിഗ് ഫുട്ടായും കമ്പയർ ചെയ്യുന്നത് ഐസേജിന്റെ ഓവർവെൽമിംഗ് ഒപ്രസീവ് നേച്ചർ കാണിക്കുന്നു. നോട്ട് ടു ഫ്രൈറ്റൻ എന്ന ഫ്രേസ് റിപ്പീറ്റ് ചെയ്തതിനു ശേഷം പോയത്തിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഐസേജിലെ ഫിയർഫുൾ ഇമേജറീസ് ആണ്. അതിനുവേണ്ടി റീഡേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നതാകാം ഈ ഒരു ഫ്രേസ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻസയിൽ ബീസിന്റെ ഡിസപ്പിയറൻസ് നമുക്ക് കാണാം. ആദ്യത്തേത് ഒരു സീസണൽ റിട്രീറ്റ് ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് അതല്ല. രണ്ടാമത്തേത് വൺ ഓഫ് ദ മെനി സ്റ്റെപ്സ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് ദാറ്റ് ക്യാൻ ലീഡ് ടു എ ഫ്യൂച്ചർ കാറ്റസ്ട്രോഫി ഓഫ് ഹ്യൂമൻ കൈൻഡ് ആണ്. വിത്ത് ദാറ്റ് ഈ ഒരു വീഡിയോയുടെ എൻഡിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.